നമസ്കാരം. തദ്ദേശകം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബാലകൃഷ്ണൻ. പ്രാദേശികം. പ്രധാന വാർത്ത. എല്ലാ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളെയും സംയോജിപ്പിച്ച് വിപുലമായ ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായി സർക്കാർ. ഹരിത കേരളം മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദ്വിദിന പരിസ്ഥിതി സംഗമം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. നഗരനയ കമ്മീഷൻ സിറ്റിംഗ് തിരുവനന്തപുരത്ത് ചേർന്നു. മന്ത്രി എം പി രാജേഷ് അഭിസംബോധന ചെയ്തു. വിജ്ഞാന കേരളം ക്യാമ്പയിൻ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷന്മാരുടെ യോഗം കിലയിൽ ചേർന്നു. ലഹരിക്കെതിരായ നിലവിലുള്ള എല്ലാ ക്യാമ്പയിനുകളെയും സംയോജിപ്പിച്ച് ഏപ്രിൽ മുതൽ അതിവിപുലമായ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലഹരി വിപത്തിനെ ചെറുക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നിയമസഭാ ഹാളിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കവെയാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞത്. എല്ലാ വിഭാഗം ജനങ്ങളെയും വിവിധ വകുപ്പുകളെയും സ്ഥാപനങ്ങളെയും ഏകോപിപ്പിച്ച് അതിശക്തമായ ക്യാമ്പയിനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ മാസം 30-ന് വിദഗ്ധരുടെയും വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയും സിനിമ, സാംസ്കാരിക, മാധ്യമ മേഖലകളിലെ സംഘടനകളുടെയും അധ്യാപക രക്ഷാകർതൃ സംഘടനകളുടെയും യോഗം ചേർന്ന് കർമ്മപദ്ധതി തയ്യാറാക്കാനും തീരുമാനിച്ചു. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ രൂപരേഖ തയ്യാറാക്കാനായി വിവിധ വകുപ്പുകൾ ചേർന്ന് സമിതി രൂപീകരിക്കും. LP ക്ലാസുകൾ മുതൽ തന്നെ ലഹരി വിരുദ്ധ ബോധവത്കരണം തുടങ്ങണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. കുട്ടികളെ കായിക രംഗത്ത് ആകർഷിക്കാൻ കൂടുതൽ പരിപാടികൾ, ഹോസ്റ്റലുകളും പൊതു ഇടങ്ങളും ലഹരി മുക്തമാണെന്ന് ഉറപ്പാക്കാനുള്ള നടപടികൾ, പോലീസിൻ്റെയും എക്സൈസിൻ്റെയും എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കൽ തുടങ്ങി വിവിധ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കും. ലഹരി വിൽപ്പന നടത്തുന്ന കടകൾ അടച്ചുപൂട്ടുന്നതിനുള്ള നടപടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് എടുക്കണം. യോഗത്തിൽ വിവിധ വകുപ്പുകൾ നടപ്പാക്കി വരുന്ന ലഹരി വിരുദ്ധ പദ്ധതികൾ മന്ത്രിമാർ വിശദീകരിച്ചു. യോഗത്തിൽ മന്ത്രിമാരായ സജി ചെറിയാൻ, എം പി രാജേഷ്, OR കേളു, R ബിന്ദു, V അബ്ദുറഹ്മാൻ, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരായ A ജയതിലക്, KR ജ്യോതിലാൽ, സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ്, ADGPമാരായ മനോജ് എബ്രഹാം, P വിജയൻ, എക്സൈസ് കമ്മീഷണർ മഹിപാൽ യാദവ് തുടങ്ങിയവർ പങ്കെടുത്തു. ലോക ജലദിനത്തോടനുബന്ധിച്ച് ഹരിത കേരളം മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദ്വിദിന പരിസ്ഥിതി സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വ്യവസായ വളർച്ചയ്ക്കൊപ്പം പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പാക്കുന്ന കേരള വികസന മാതൃകയുടെ പുതിയൊരു പതിപ്പ് സൃഷ്ടിക്കലാണ് സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം ടാഗോർ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നവകേരളത്തിനായുള്ള ജലസുരക്ഷാ സമീപന രേഖ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമയ്ക്ക് നൽകി മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ച വകുപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കും ചടങ്ങിൽ ആദരവ് നൽകി. നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ മൊബൈൽ ആപ്പ് പ്രകാശനം കാട്ടാക്കട MLA IB സതീഷ് നിർവഹിച്ചു. നെറ്റ് സീറോ കാർബൺ കേരളം ക്യാമ്പയിൻ മാർഗരേഖ IB സതീഷ് MLA KSWMP പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ ദിവ്യ S അയ്യർക്ക് നൽകി പ്രകാശനം ചെയ്തു. മേയർ ആര്യ രാജേന്ദ്രൻ, കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി K സുരേഷ്, സംസ്ഥാന ആസൂത്രണ ബോർഡ് മെമ്പർ ഡോക്ടർ ജിജു P അലക്സ്, ഹരിത കേരള മിഷന്റെ കൊല്ലം ജില്ലാ കോർഡിനേറ്റർ ഐസക്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് D സുരേഷ് കുമാർ, ചേംബർ ഓഫ് മുനിസിപ്പൽ അസോസിയേഷൻ ചെയർമാൻ M കൃഷ്ണദാസ്, കേരള ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് BP മുരളി, MGNREGS മിഷൻ ഡയറക്ടർ രവിരാജ് R, ക്ലീൻ കേരള കമ്പനി മാനേജിംഗ് ഡയറക്ടർ DK സുരേഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നവകേരളം കർമ്മപദ്ധതി സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ TN സീമ സ്വാഗതവും പദ്ധതി നിർവഹണ വിലയിരുത്തൽ നിരീക്ഷണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ രജത് നന്ദിയും അറിയിച്ചു. വേമ്പനാട് കായലിലെ പുനരുജ്ജീവനം ലക്ഷ്യമിട്ട് ജില്ലാ ഭരണകൂടവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിച്ച പ്ലാസ്റ്റിക് മുക്ത വേമ്പനാട് മെഗാ ശുചീകരണ ക്യാമ്പയിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതിന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസിനെ ചടങ്ങിൽ ആദരിച്ചു. തിരുവനന്തപുരത്ത് ചേർന്ന നഗരനയ കമ്മീഷൻ യോഗത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അഭിസംബോധന ചെയ്തു. സംസ്ഥാനത്ത് ഭൂവിനിയോഗ നിയന്ത്രണങ്ങൾ പഠിച്ച് ഭൂമിയുടെ പ്രായോഗികമായ ഉപയോഗത്തിൻ്റെ ആസൂത്രണം ശക്തിപ്പെടുത്തുക, ജലമാലിന്യ നിർമ്മാർജ്ജന വഴികൾ കണ്ടെത്തുക, ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസത്തിന് നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തുക, കാലാവസ്ഥാ വ്യതിയാനവും സാംസ്കാരികമായ പ്രത്യേകതകളും കണക്കിലെടുത്ത് നിർമ്മാണം ആസൂത്രണം ചെയ്യുക തുടങ്ങി വിവിധ നിർദ്ദേശങ്ങൾ യോഗത്തിൽ ഉയർന്നു. സിറ്റിംഗിന് ശേഷം പൂർണ്ണ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, നഗരനയ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ M സതീഷ് കുമാർ, ഉപാധ്യക്ഷൻ ഡോക്ടർ നാരായണൻ എടാദൻ, ഗുരുവായൂർ മുനിസിപ്പൽ ചെയർമാൻ M കൃഷ്ണദാസ്, കമ്മീഷൻ അംഗങ്ങൾ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ്, സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ, പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീറാം സാംബശിവ റാവു, അർബൻ ഡയറക്ടർ സൂരജ് ഷാജി,
കില ഡയറക്ടർ ഇൻചാർജ് ടോബി തോമസ്, കില അർബൻ ചെയർ പ്രൊഫസർ ഡോക്ടർ അജിത് കാളിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷന്മാരുടെ യോഗം കില തൃശൂർ ആസ്ഥാനത്ത് സംഘടിപ്പിച്ചു. വിജ്ഞാന കേരളം പദ്ധതി ഉപദേഷ്ടാവും മുൻ ധനകാര്യമന്ത്രിയുമായ തോമസ് ഐസക് പദ്ധതി നടത്തിപ്പിനെക്കുറിച്ച് വിശദീകരിക്കുകയും വിജ്ഞാന കേരളം പദ്ധതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുകയും ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് BP മുരളി, കില ഫാക്കൽറ്റിയും വിജ്ഞാന കേരളം അക്കാദമിക് അഡ്വൈസറുമായ ഡോക്ടർ K രാജേഷ് തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. സംസ്ഥാനത്ത് വിവിധ മേഖലകളിൽ നിന്നായി ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷന്മാർ കില ആസ്ഥാനത്ത് നടന്ന ഏകദിന യോഗത്തിൽ സംബന്ധിച്ചു. ഇന്നലെ കില ആസ്ഥാനത്ത് സംഘടിപ്പിച്ച വിജ്ഞാന കേരളം യൂത്ത് കോർഡിനേറ്റർമാരുടെ ഏകദിന പരിശീലനത്തെയും ഡോക്ടർ തോമസ് ഐസക് അഭിസംബോധന ചെയ്തു. സംസ്ഥാന യുവജന ബോർഡ് വൈസ് ചെയർമാൻ S സതീഷ്, കില ഫാക്കൽറ്റി ഡോക്ടർ K രാജേഷ് തുടങ്ങിയവർ വിജ്ഞാന കേരളം യൂത്ത് കോർഡിനേറ്റർമാരെ അഭിസംബോധന ചെയ്തു. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നും യൂത്ത് കോർഡിനേറ്റർമാർ ഏകദിന പരിശീലനത്തിനായി കിലയിൽ എത്തിയിരുന്നു. റീബിൽഡ് കേരള പ്രോഗ്രാം ഫോർ റിസൾട്ട് പദ്ധതിയുടെ ഭാഗമായി മൈലപ്ര പള്ളിപ്പടിയിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. സംസ്ഥാന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും കിലയും സംയുക്തമായാണ് മോക്ക് ഡ്രിൽ നടത്തിയത്. ഉരുൾപൊട്ടൽ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ രജനി ജോസഫ്, TK ജെയിംസ്, A ബഷീർ, ജയശ്രീ മനോജ്, ഡെപ്യൂട്ടി കലക്ടർ R രാജലക്ഷ്മി, കോഴഞ്ചേരി തഹസിൽദാർ TK നൌഷാദ്, സബ് ഇൻസ്പെക്ടർ KR രാജേഷ് കുമാർ, ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ R അഭിജിത്ത്, ഡോക്ടർ ശരത് തോമസ് റോയ്, കില ജില്ലാ കോർഡിനേറ്റർ E നീരജ് എന്നിവർ പങ്കെടുത്തു. രാജസ്ഥാനിലെ വിദ്യാഭ്യാസ പഞ്ചായത്ത് രാജ് വകുപ്പ് മന്ത്രി മദൻ ദിലവാറും സംഘവും കില സന്ദർശിച്ചു. കിലയുടെ തൃശൂർ ആസ്ഥാനത്തെത്തിയ മന്ത്രിയെയും സംഘത്തെയും കില അസിസ്റ്റന്റ് ഡയറക്ടർ പരിശീലനം ഡോക്ടർ അമൃത KPയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്വീകരിച്ചു. തുടർന്ന് നടന്ന കൂടിക്കാഴ്ചയിൽ കില അർബൻ ചെയർ പ്രൊഫസർ ഡോക്ടർ അജിത് കാളിയത്ത്, ഡോക്ടർ അമൃത KPN തുടങ്ങിയവർ മന്ത്രിയുമായി വിവിധ വിഷയങ്ങൾ സംസാരിച്ചു. ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഉൾപ്പെടെ 17 അംഗ സംഘമാണ് മന്ത്രിയോടൊപ്പം കില സന്ദർശനത്തിന് എത്തിയത്. 5 ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ സംഘം തൃശൂർ പുറനാട്ടുകരയിലെ സംസ്കൃത സർവകലാശാലയും മുളന്തുരുത്തി പഞ്ചായത്തും ആലുവ കോമ്പാറയിലെ ഗ്രീൻ വേംസ് വേസ്റ്റ് സെഗ്രിഗേഷൻ യൂണിറ്റും വിക്രം സാരാഭായ് സ്പേസ് മ്യൂസിയവും സന്ദർശിച്ച ശേഷമാണ് മടങ്ങിയത്. മുഹമ്മ ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണം 2024-25 പദ്ധതിയുടെ ഭാഗമായി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഫർണിച്ചറുകളുടെ വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു നിർവഹിച്ചു. ആസാദ് മെമ്മോറിയൽ LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NT റെജി, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PN നസീമ ടീച്ചർ, പഞ്ചായത്ത് അംഗങ്ങളായ CD വിശ്വനാഥൻ, വിനോമ രാജു, M ചന്ദ്ര, B വിഷ്ണു, ആസാദ് മെമ്മോറിയൽ സ്കൂൾ പ്രഥമാധ്യാപിക മിനി തുടങ്ങിയവർ പങ്കെടുത്തു. ആലപ്പുഴയിലെ ആറാട്ടുപുഴ പഞ്ചായത്തിൻ്റെയും ജില്ലാ ക്രൈംബ്രാഞ്ചിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്ത്രീ സുരക്ഷയും കരുതലും എന്ന വിഷയത്തിൽ ബോധവത്കരണ ക്ലാസും പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു. ആറാട്ടുപുഴ 14-ാം വാർഡ് കൃഷിഭവൻ ഹാളിൽ നടന്ന പരിപാടി വാർഡംഗം സജു പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. 12-ാം വാർഡംഗം ബിനു പൊന്നൻ അധ്യക്ഷനായി. ക്രൈംബ്രാഞ്ച് SIമാരായ സുലേഖ പ്രസാദ്, ആശ PA, പ്രീത P, ദീപ KD എന്നിവർ ക്ലാസ് നയിച്ചു. പരിശീലനത്തിൽ 60 വനിതകൾ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രസീത സുധീർ, മൈമുനത്ത്, കുടുംബശ്രീ ADS അംഗങ്ങളായ സേതുകുമാരി, ഷൈനി തുടങ്ങിയവർ സംസാരിച്ചു. ചെറുതന ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിലുള്ള ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ സബ് സെൻ്ററിൻ്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി നിർവഹിച്ചു. ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി വഴിയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 581 ചതുരശ്ര അടിയുള്ള കെട്ടിടത്തിന് 28 ലക്ഷം രൂപയാണ് ചെലവ്. ജീവിതശൈലി ക്ലിനിക്, സ്ത്രീകൾക്കും കുട്ടികൾക്കും കൗമാരക്കാർക്കുമുള്ള ക്ലിനിക്, കുടുംബാസൂത്രണ ക്ലിനിക്, മാസത്തിലൊരിക്കൽ കുട്ടികൾക്കുള്ള കുത്തിവയ്പ് തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ ലഭിക്കും. സബ് സെൻ്ററിൽ നടന്ന ചടങ്ങിൽ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രുക്മിണി രാജു അധ്യക്ഷയായി. ദീർഘകാലം സബ് സെൻ്ററിന് സ്ഥലം നൽകിയ കുളങ്ങര മഠം നാരായണൻ നമ്പൂതിരിയെ ചടങ്ങിൽ ആദരിച്ചു. ചെറുതന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എബി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം A ശോഭ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം N പ്രസാദ് കുമാർ, ചെറുതന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പത്മജ മധു തുടങ്ങിയവർ പങ്കെടുത്തു. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പുതിയതായി സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നിർമ്മിക്കാൻ ഭരണാനുമതിയായി. പ്ലാന്റ് നിർമ്മാണം ഉടൻ ആരംഭിക്കും. NHM വിഹിതവും ജില്ലാ പഞ്ചായത്ത് വിഹിതവും ചേർത്ത് 2.75 കോടിയുടെ മലിനജല സംസ്കരണ പ്ലാന്റാണ് ജില്ലാ ആശുപത്രിയിൽ നിർമ്മിക്കുന്നത്. ആശുപത്രിയിലെ മലിനജലം പുറന്തള്ളുന്നതിനോട് പുരോഗമിക്കുന്നതിനു മുൻപ് സംസ്കരിച്ച് ശുദ്ധീകരിക്കുന്നതിനാണ് ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ലാബുകളിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ, ആൻറ്റിബയോട്ടിക്കുകൾ,
സൈറ്റോടോക്സിക് മരുന്നുകളുടെ അവശിഷ്ടങ്ങൾ, ജൈവ വസ്തുക്കളായ രക്തം, ഭക്ഷണാവശിഷ്ടങ്ങൾ എന്നിവയുടെ മിശ്രിതങ്ങൾ നേരിട്ട് ഭൂമിയിലേക്ക് എത്തുന്നത് തടയാനും പരിസ്ഥിതി മലിനീകരണം തടയുന്നതിനും ഇതിലൂടെ സാധിക്കും. മലപ്പുറം ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഹരിതകർമ്മസേനയ്ക്ക് ഇലക്ട്രിക് വാഹനം നൽകി. ജില്ലാ പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വാഹനങ്ങൾ നൽകിയത്. അജൈവ മാലിന്യം ശേഖരിച്ച് MCFലേക്ക് എത്തിക്കാനാണ് വാഹനം അനുവദിച്ചിട്ടുള്ളത്. വാഹനങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ കൈമാറി. AR നഗർ, പറപ്പൂർ, കൂട്ടിലങ്ങാടി, കാലടി, താനാളൂർ, കോളൂർ, തെന്നല, തൃപ്പങ്ങോട്, ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്തുകൾക്കും വളാഞ്ചേരി, തിരൂർ നഗരസഭകൾക്കുമാണ് വാഹനം നൽകിയത്. വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, സ്ഥിരം സമിതി അധ്യക്ഷരായ NA കരീം, സറീന ഹസീബ്, സെക്രട്ടറി S ബിജു എന്നിവർ സംസാരിച്ചു. മലപ്പുറം ജില്ലയിലെ സ്നേഹിത പോലീസ് എക്സ്റ്റൻഷൻ സെൻ്ററുകളുടെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ നിർവഹിച്ചു. കുടുംബശ്രീ മിഷനും ആഭ്യന്തര വകുപ്പും സംയുക്തമായാണ് സംസ്ഥാനത്തുടനീളം DYSP ഓഫീസുകൾ കേന്ദ്രീകരിച്ച് സ്നേഹിത സെൻ്ററുകൾ തുടങ്ങുന്നത്. നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം അധ്യക്ഷനായി. ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥ് മുഖ്യാതിഥിയായി. മലപ്പുറം, താനൂർ, തിരൂർ, കൊണ്ടോട്ടി, പെരിന്തൽമണ്ണ, നിലമ്പൂർ എന്നിവിടങ്ങളിലെ DYSP ഓഫീസുകളിലാണ് പ്രാഥമിക ഘട്ടത്തിൽ സ്നേഹിത എക്സ്റ്റൻഷൻ സെൻ്ററുകൾ ആരംഭിച്ചത്. ജില്ലാ മിഷൻ കോർഡിനേറ്റർ B സുരേഷ് കുമാർ പദ്ധതി വിശദീകരിച്ചു. നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. പെരിന്തൽമണ്ണ DYSP പ്രേംജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തും ആര്യാട് ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിച്ച വയോജന കലോത്സവം ആനന്ദത്തിൽ 35 പോയിന്റോടെ മുഹമ്മ ഗ്രാമപഞ്ചായത്ത് 1ാം സ്ഥാനക്കാരായി. 34 പോയിന്റോടെ മണ്ണഞ്ചേരി പഞ്ചായത്ത് 2ാം സ്ഥാനവും കരസ്ഥമാക്കി. 2 ദിവസങ്ങളിലായി അരങ്ങേറിയ വയോജന കലോത്സവത്തിൽ വിവിധ മത്സരങ്ങളിലായി 400ഓളം കലാകാരന്മാരാണ് പങ്കെടുത്തത്. സമാപന സമ്മേളനം PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷയായി. ചടങ്ങിൽ മത്സരങ്ങളിൽ വിജയികളായ എല്ലാവർക്കും മെമൻറ്റോയും സർട്ടിഫിക്കറ്റും നൽകി. വിവിധ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. കുട്ടമ്പുഴ പഞ്ചായത്തിലെ താളുംകണ്ടം ആദിവാസി നഗറിനെയും വേങ്ങൂർ പഞ്ചായത്തിലെ പൊങ്ങിൻചുവട് ആദിവാസി നഗറിനെയും ബന്ധപ്പെടുത്തി KSRTC ബസ് സർവീസ് ആരംഭിച്ചു. 2 പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യമായിരുന്നു ഈ മേഖലകളിലേക്ക് KSRTC ബസ് സർവീസ് വേണമെന്നത്. ടൂറിസം മേഖലയ്ക്ക് ഒരുപാട് സാധ്യത കൂടി നൽകുന്ന സർവീസാണ് ഇത്. സർവീസിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ആന്റണി ജോൺ MLAയും എൽദോസ് കുന്നപ്പിള്ളിൽ MLAയും സംയുക്തമായി കോതമംഗലം KSRTC ഡിപ്പോയിൽ നിർവഹിച്ചു. ചടങ്ങിൽ കോതമംഗലം നഗരസഭാ ചെയർമാൻ KK ടോമി അധ്യക്ഷത വഹിച്ചു. കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NM സലീം, കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ, വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുധീഷ്, ജനപ്രതിനിധികൾ, KSRTC ATO ഷാജു വർഗീസ്, കൺട്രോളിംഗ് ഇൻസ്പെക്ടർ അനസ് ഇബ്രാഹിം, പൊങ്ങിൻചുവടൂരിലെ പാട്ടി ചെല്ലമ്മ എന്നിവർ പങ്കെടുത്തു. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിൻ്റെ പ്രവർത്തന അവലോകന യോഗം ചേർന്നു. മേയർ അഡ്വക്കേറ്റ് M അനിൽകുമാറിൻ്റെയും ജില്ലാ കളക്ടർ NSK ഉമേഷിൻ്റെയും നേതൃത്വത്തിലാണ് അവലോകന യോഗം നടന്നത്. നഗരത്തിൽ 3 വർഷമായി നടന്നുവരുന്ന മുല്ലശ്ശേരി കനാൽ നവീകരണ പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തി. മുല്ലശ്ശേരി കനാലിൻ്റെ നവീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിർമ്മാണം പൂർത്തീകരിച്ച ഭാഗങ്ങളിൽ റോഡുകൾ അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കാനും ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിൻ്റെ ഭാഗമായി കമ്മട്ടിപ്പാടത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കാനും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കൊച്ചി കോർപ്പറേഷൻ, പൊതുമരാമത്ത് വകുപ്പ്, ജലസേചന വകുപ്പ്, ഫയർഫോഴ്സ് എന്നിവർ ഏകോപനത്തോടെ നടപ്പിലാക്കാൻ യോഗത്തിൽ തീരുമാനമായി. വേമ്പനാട് കായലിൻ്റെ പുനരുജ്ജീവനം ലക്ഷ്യമിട്ട് ആലപ്പുഴ നഗരസഭയും ജില്ലാ ഭരണകൂടവും റോട്ടറി ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിച്ച പ്ലാസ്റ്റിക് മുക്ത വേമ്പനാട് മെഗാ ശുചീകരണ ക്യാമ്പയിൻ 2ാം ഘട്ടത്തിൽ 3.6 ടൺ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ചു നീക്കി. പുന്നമട ഫിനിഷിംഗ് പോയിന്റിൽ നടന്ന ശുചീകരണം ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ അധ്യക്ഷയായി. പുന്നമട ഫിനിഷിംഗ് പോയിന്റിൽ ആരംഭിച്ച മെഗാ ശുചീകരണം തുടർന്ന് കുട്ടനാടൻ ഭാഗങ്ങളിലെ ഉൾക്കായലുകളിൽ 75 ചെറുവള്ളങ്ങളിലായി നടന്നു. 160 മത്സ്യത്തൊഴിലാളികൾ, 65 കുടുംബശ്രീ പ്രവർത്തകർ, നഗരസഭയുടെ 60 ശുചീകരണ തൊഴിലാളികൾ, റോട്ടറി ആലപ്പുഴ റവന്യൂ ജില്ലാ ക്ലബ്ബിലെ 60 അംഗങ്ങൾ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. ശേഖരിച്ച 3.6 ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നഗരസഭ MCFലേക്ക് മാറ്റി. കാർബൺ നെഗറ്റീവായ സംസ്ഥാനത്തെ ഏക സർക്കാർ വിദ്യാലയമെന്ന ബഹുമതി കാഞ്ഞങ്ങാട് മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെൻറ് UP സ്കൂളിന്. ഹരിത കേരള മിഷൻ സംസ്ഥാനത്തുടനീളം നെറ്റ് സീറോ കാർബൺ ആപ്പ് ഉപയോഗിച്ച് നടത്തിയ സർവേ റിപ്പോർട്ട് പ്രകാരമാണ് ഈ അംഗീകാരം ലഭിച്ചത്.
സ്കൂളിലെ വിവിധ പ്രവർത്തനങ്ങളിൽ കാർബൺ പുറത്തുവിടുന്നതിൻ്റെ അളവും പച്ചപ്പിനാൽ ശുദ്ധമാക്കപ്പെടുന്ന അളവും കണക്കാക്കിയാണ് പുരസ്കാരം നൽകുന്നത്. ആധുനിക സംവിധാന വൈദ്യുതി അടുക്കള, സോളാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന വൈദ്യുതി ഉപകരണങ്ങൾ, ഭൂജല വിഭാഗവുമായി ചേർന്ന് ജലസംരക്ഷണ പ്രവർത്തനം, വാട്ടർ റീചാർജ് സംവിധാനം, ഓക്സിജൻ ഉൽപ്പാദന യൂണിറ്റുകളായി സ്കൂൾ വളപ്പിനകത്തെ പച്ചത്തുരുത്തുകൾ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ അംഗീകാരം. വിദ്യാർത്ഥികളോടൊപ്പം പ്രധാനാധ്യാപകൻ കെ അനിൽകുമാർ, PTA പ്രസിഡന്റ് വിനോദ് കുമാർ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഹരിത കേരള മിഷന്റെയും ആഭിമുഖ്യത്തിൽ പച്ചത്തുരുത്തുകളിലൂടെ നാടിന് ഹരിതക്കുടയൊരുക്കുന്നതിനുള്ള കാസർഗോഡ് ജില്ലയിലെ പ്രവർത്തനങ്ങൾ വിജയത്തിലേക്ക്. പൊതുസ്ഥലങ്ങളിലുൾപ്പെടെ തരിശു സ്ഥലങ്ങൾ കണ്ടെത്തി തനതായ വൃക്ഷങ്ങളും തദ്ദേശീയമായ സസ്യങ്ങളും ഉൾപ്പെടുത്തി സ്വാഭാവിക ജൈവ വൈവിധ്യ തുരുത്തുകൾ സൃഷ്ടിച്ചെടുത്ത് സംരക്ഷിക്കുന്നതാണ് പദ്ധതി. ജില്ലയിലാകെ 771 പച്ചത്തുരുത്തുകൾ രൂപീകരിച്ചതായി ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ അറിയിച്ചു. 21,794 സെന്റ് വിസ്തൃതിയിൽ 90,000-ലധികം വൃക്ഷങ്ങൾ ഇതിനോടകം നട്ടുകഴിഞ്ഞു. 210 സ്കൂളുകൾ, 29 കോളേജ്, 15 അംഗൻവാടി, 34 ആരോഗ്യ സ്ഥാപനങ്ങൾ, 80 കാവ്, 17 ക്ഷേത്രമുറ്റം, 6 വായനശാലകൾ തുടങ്ങി 771 പച്ചത്തുരുത്തുകൾ രൂപീകരിച്ചു. തദ്ദേശീയ സസ്യങ്ങൾ, ഔഷധച്ചെടികൾ, വനസ്പതികൾ എന്നിവയെ ഉൾപ്പെടുത്തിയാണ് ഈ പച്ചത്തുരുത്തുകൾ വികസിപ്പിച്ചത്. അന്തരീക്ഷത്തിലെ അധിക കാർബണിനെ ആഗിരണം ചെയ്ത് സംഭരിക്കുന്ന കാർബൺ കലവറകളായാണ് പച്ചത്തുരുത്തുകൾ പ്രവർത്തിക്കുക. അതിലൂടെ പ്രാദേശിക ജൈവ വൈവിധ്യ സംരക്ഷണം ഉറപ്പാക്കാനാവുന്നു. സാമൂഹ്യ വനവൽക്കരണ വകുപ്പ്, ജൈവ വൈവിധ്യ ബോർഡ്, ആയുഷ് വകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്വകാര്യ വ്യക്തികൾ എന്നിവയും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മാലിന്യമുക്ത ജില്ലയായി കോട്ടയത്തെ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി ജില്ലയിലാകെ ദ്വിദിന മെഗാ ക്ലീനിംഗ് നടത്തി. മുഴുവൻ പഞ്ചായത്തുകളിലും നഗരസഭകളിലും ബഹുജന പങ്കാളിത്തത്തോടെ നടത്തിയ പരിപാടിയിൽ ഒട്ടനവധി പൊതു ഇടങ്ങൾ വൃത്തിയാക്കി. തെരുവുകൾ, ജലാശയങ്ങൾ എന്നിവയെല്ലാം മാലിന്യമുക്തമാക്കുകയായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം. രാഷ്ട്രീയ സംഘടനകൾ, യുവജന സംഘടനകൾ, വനിതാ സംഘടനകൾ, ട്രേഡ് യൂണിയനുകൾ, സർവീസ് സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, സന്നദ്ധ പ്രവർത്തകർ, ക്ലബ്ബ്, വായനശാല പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരുടെയെല്ലാം സഹകരണത്തോടെയാണ് ശുചീകരണം നടത്തിയത്. വൃത്തിയിലൂടെ ആരോഗ്യമെന്ന സർക്കാരിൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള പ്രധാന ചുവടുകളിലൊന്നായിരുന്നു മെഗാ ക്ലീനിംഗ്. ഹരിത കേരള മിഷൻ നേതൃത്വം നൽകിയ പരിപാടിയിൽ മാലിന്യം ശേഖരിക്കാൻ ബിന്നുകൾ വിതരണം ചെയ്തു. പൊതു ഇടങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു. ഈ മാസം അവസാനത്തോടെ ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളും മാലിന്യമുക്തമാക്കാനാണ് ലക്ഷ്യം. ജില്ലാ ഭരണകേന്ദ്രം മുൻകൈയെടുത്ത് നടപ്പാക്കുന്ന നഗര സൗന്ദര്യവൽക്കരണത്തോടനുബന്ധിച്ച് എല്ലാ നഗരസഭകളിലും ഇത് സംബന്ധിച്ച് കളക്ടർ പങ്കെടുക്കുന്ന ആലോചനാ യോഗങ്ങൾ നടന്നുവരികയാണ്. കണ്ണൂർ ജില്ലയിലെ പന്നന്നൂർ ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത ഹരിത പഞ്ചായത്തായും അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായും പ്രഖ്യാപിച്ച് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ. ചടങ്ങിൽ ഉജ്ജീവനം പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് ഉപകരണ വിതരണവും നടത്തി. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ പന്നന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK മണിലാൽ അധ്യക്ഷനായി. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A ശൈലജ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് VEO KV ജലാലുദ്ദീൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP രമ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ E വിജയൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് ചെയർമാൻ PP സുരേന്ദ്രൻ, 3-ാം വാർഡ് മെമ്പർ ശരണ്യ സുരേന്ദ്രൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ K രവീന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി VM ഷീജ, രാഷ്ട്രീയ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ആലപ്പുഴയിലെ 30 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതികൾക്ക് അംഗീകാരം നൽകി ജില്ലാ പഞ്ചായത്ത്. 73.69% ജില്ലയുടെ വാർഷിക പദ്ധതി നിർവഹണം. വാർഷിക പദ്ധതി വിഹിതം ചെലവഴിക്കുന്നതിൽ സംസ്ഥാന തലത്തിൽ 2-ാം സ്ഥാനത്താണ് ജില്ല. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പദ്ധതി നിർവഹണത്തിൽ 84.9%വുമായി വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്താണ് ഒന്നാമത്. ഗ്രാമപഞ്ചായത്തുകളിൽ 96.36%വുമായി നെടുമുടിയാണ് 1-ാം സ്ഥാനത്ത്. നഗരസഭകളിലെ പദ്ധതി നിർവഹണത്തിൽ 77.83%വുമായി ചേർത്തല നഗരസഭയാണ് ഒന്നാമത്. 2025-26 വാർഷിക പദ്ധതി അംഗീകാരത്തിനായി പുറക്കാട് ഗ്രാമപഞ്ചായത്താണ് ആദ്യം റിപ്പോർട്ട് സമർപ്പിച്ചത്. ചേർത്തല നഗരസഭയുടെ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി 2025-26 ലേബർ ബഡ്ജറ്റിനും ആക്ഷൻ പ്ലാനിനും യോഗത്തിൽ അംഗീകാരം നൽകി. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ലിറ്റി മാത്യു, ഡെപ്യൂട്ടി DPO TV നിത്യ, റിസർച്ച് ഓഫീസർ S നിത്യ, മറ്റുദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ലഹരിക്കെതിരായി ജനകീയ ജാഗ്രതാ സമിതിയുമായി മടിക്കൈ ഗ്രാമപഞ്ചായത്ത്. പ്രദേശത്തെ ലഹരി വിരുദ്ധ പ്രവർത്തനം ശക്തമാക്കാനും പരിസര മലിനീകരണത്തിനുമെതിരായാണ്
ഹോപ്പ് സ്ക്വാഡ് എന്ന പേരിൽ ജാഗ്രതാ സമിതി രൂപീകരിച്ചത്. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മടിക്കായ് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത അധ്യക്ഷയായി. 50 അംഗങ്ങളുള്ള ജാഗ്രതാ സമിതിയെ പ്രവർത്തനങ്ങൾക്ക് വി പ്രകാശൻ, ഗോവിന്ദൻ കീലത്ത്, കെ വി സുമതി, കെ വി മധു എന്നിവർ നേതൃത്വം നൽകും. വിവിധ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഊന്നൽ നൽകി സംസ്ഥാനത്ത് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ 2025-26 വർഷത്തെ ബജറ്റ് പ്രഖ്യാപിച്ചു. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് കുടിവെള്ളം, മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾക്ക് മുൻഗണന നൽകിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. വൈസ് പ്രസിഡന്റ് പി ഓമനയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. 52,40,74,415 രൂപ വരവും 52,30,69,798 കോടി രൂപ ചെലവും 10,04,617 രൂപ മിച്ചവും വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ഭവന നിർമ്മാണം, ആരോഗ്യം, വനിതാ സംരംഭങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകിയാണ് ചോറ്റാനിക്കര ഗ്രാമപഞ്ചായത്ത് ബജറ്റ് പ്രഖ്യാപനം വൈസ് പ്രസിഡന്റ് പുഷ്പ പ്രദീപ് നിർവഹിച്ചത്. പ്രസിഡന്റ് MR രാജേഷ് അധ്യക്ഷത വഹിച്ചു. 20,15,73,723 രൂപ ആകെ വരവും 19,91,91,658 രൂപ ആകെ ചെലവും 23,87,065 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. മാലിന്യ സംസ്കരണം, ശുചിത്വം തുടങ്ങിയ മേഖലകൾക്ക് പ്രാധാന്യം നൽകിയാണ് രാമങ്കരി ഗ്രാമപഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് ഷീന റജപ്പൻ അവതരിപ്പിച്ചത്. 18,20,21,000 രൂപ വരവും 18,07,40,000 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. അതിദരിദ്രരില്ലാത്ത പഞ്ചായത്തായി രാമങ്കരിയെ പ്രഖ്യാപിക്കാനായത് വലിയ നേട്ടമായി ബജറ്റ് അവതരണ വേളയിൽ ചൂണ്ടിക്കാട്ടി. 2025 എല്ലാ വീടുകളിലും കുടിവെള്ളം ഉറപ്പാക്കും. ഭവന നിർമ്മാണത്തിനായി 1,72,00,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. കൃഷി, കുടിവെള്ളം, മാലിന്യ നിർമ്മാർജ്ജനം, പാർപ്പിടം തുടങ്ങിയവയ്ക്കും പ്രാമുഖ്യം നൽകിയിട്ടുണ്ട്. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് R രാജുമോൻ അധ്യക്ഷനായി. കാർഷിക ക്ഷീര മേഖലകൾക്ക് ഊന്നൽ നൽകിയുള്ള ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബജറ്റിൽ 48,54,74,840 രൂപ വരവും 48,43,94,840 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് AM ബിന്നു അവതരിപ്പിച്ചത്. പ്രസിഡന്റ് ആര്യ രാജൻ അധ്യക്ഷത വഹിച്ചു. സ്ത്രീകൾ, കുട്ടികൾ, വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ എന്നിവർക്കായി ആരോഗ്യ സംരക്ഷണം മുൻനിർത്തി ഈസി കിച്ചൺ പദ്ധതിയുമായാണ് കാസർഗോഡ് ജില്ലയിലെ അജാനൂർ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചത്. ഗുണഭോക്താവിന് 3,00,000 രൂപ അടുക്കള നവീകരണത്തിന് നൽകുന്നതാണ് ഈസി കിച്ചൺ പദ്ധതി. പദ്ധതി നിർവഹണത്തിൽ സംസ്ഥാന ശരാശരി കൈവരിച്ചിട്ടുണ്ട് അജാനൂർ പഞ്ചായത്ത്. വൈസ് പ്രസിഡന്റ് കെ സബീഷാണ് ബജറ്റ് അവതരിപ്പിച്ചത്. മാലിന്യ നിർമ്മാർജ്ജനം, ഭവന നിർമ്മാണം, ടൂറിസം എന്നിവയ്ക്ക് മുൻഗണനയുമായി കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് PS സഗീർ അവതരിപ്പിച്ചു. പ്രസിഡന്റ് സൂസൻ ജോസഫ് അധ്യക്ഷയായി. വിവിധ ഇനങ്ങളിലായി 24,09,86,099 രൂപ വരവും 23,84,87,881 രൂപ ചെലവും 24,98,218 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് വാർഷിക ബജറ്റ്. ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിപണനവും തടയുന്നതിന് 100 ദിന കർമ്മ പദ്ധതിയുമായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത്. ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ച യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഉദ്ഘാടനം ചെയ്തു. പോലീസ്, എക്സൈസ് ഉദ്യോഗസ്ഥർ, അധ്യാപകർ, മറ്റ് വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ, മത, സാമൂഹ്യ, സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ, വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. വിദഗ്ധരുടെയും സംഘടനാ പ്രതിനിധികളുടെയും നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് വിപുലമായ ലഹരി പ്രതിരോധ പരിപാടികൾ ആസൂത്രണം ചെയ്യും. വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ NA കരീം, നസീബ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രാദേശികം അവസാനിക്കുന്നു. നേർക്കാഴ്ച. ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിയ പ്രവർത്തന മാതൃകകളെ കാണാം. ശുചിത്വ മാലിന്യ സംസ്കരണം വിസ്തൃതിയിലും ജനസംഖ്യയിലും തികച്ചും വ്യത്യസ്തമായ 7 ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത്. ശുചിത്വ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രൊജക്ടുകൾ പ്രസ്തുത ഗ്രാമപഞ്ചായത്തുകളിൽ നടപ്പിലാക്കി വരുന്നു. തൊഴിലുറപ്പ് പദ്ധതിയുമായി കൂടിച്ചേർന്ന് സോക്ക് പിറ്റ്, കമ്പോസ്റ്റ് പിറ്റ് എന്നിവയും ഭവന നിർമ്മാണവുമായി കൂടിച്ചേർന്ന് ടോയ്ലറ്റും നൽകി വരുന്നു. എല്ലാ ഗ്രാമപഞ്ചായത്തിലും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വളരെ സജീവമായി നടക്കുന്നു. കൊടകര, നെന്മണിക്കര എന്നിവിടങ്ങളിൽ 2 വീതവും ബാക്കി എല്ലാ ഗ്രാമപഞ്ചായത്തിലും ഓരോന്ന് വീതവും MCF പ്രവർത്തിച്ചു വരുന്നു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ 3-ഉം
പുതുക്കാട് ഗ്രാമപഞ്ചായത്തിൽ 9 മിനി MCF നിലവിലുണ്ട്. എല്ലാ ഗ്രാമപഞ്ചായത്തിനും കൂടി ആകെ 128 വാർഡുകളാണുള്ളത്. എല്ലാ വാർഡുകളിലും മിനി MCF രൂപീകരിക്കുന്നതിനുള്ള നടപടികൾ ആയി വരുന്നു. ജനസംഖ്യാ വ്യത്യാസമനുസരിച്ച് 250 മുതൽ 400 വരെയുള്ള വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്നും 3000 മുതൽ 9000 വരെയുള്ള ഭവനങ്ങളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ചു വരുന്നു. ടൺ കണക്കിന് മാലിന്യമാണ് ഇപ്രകാരം ശേഖരിച്ചു വരുന്നത്. പ്ലാൻ അറ്റ് എർത്ത്, ക്ലീൻ കേരള എന്നിവരുടെ സഹകരണത്തോടെയാണ് ഗ്രാമപഞ്ചായത്തുകൾ പ്രസ്തുത കൃത്യം നിർവഹിക്കുന്നത്. അളഗപ്പനഗർ, മറ്റത്തൂർ, കൊടകര എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ ടേക്ക് എ ബ്രേക്ക് സൗകര്യം ലഭ്യമാണ്. മറ്റെല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ആയതിനുള്ള നടപടിക്രമങ്ങൾ നടന്നുവരുന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ഒരു RRF പ്രവർത്തിച്ചു വരുന്നു. 1000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ RRF കൊടകര ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. 3 ടൺ സംഭരണ ശേഷിയുള്ള ഈ RRFൽ ഒരു ഷ്രെഡിംഗ് മെഷീൻ, ഒരു ബെയിലിംഗ് മെഷീൻ, ഒരു വെയിങ് മെഷീൻ എന്നീ സൗകര്യങ്ങളുണ്ട്. 7 ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ ഇവിടേക്ക് വരുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് 2 ജീവനക്കാരെ നിയോഗിച്ചിട്ടുണ്ട്. CCTV ക്യാമറ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ RRFന്റെ പ്രവർത്തനം കരാർ അടിസ്ഥാനത്തിൽ പ്ലാൻ അറ്റ് എർത്ത് ആണ് നടത്തിവരുന്നത്. RRFകളുടെ പ്രവർത്തനം വെല്ലുവിളിയായിരിക്കുന്ന ഈ വേളയിൽ ലാഭത്തിലേക്ക് നീങ്ങുന്ന പ്രവണതയാണ് കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ RRFനുള്ളത്. ഏറ്റവും അധികം വെല്ലുവിളി നേരിടുന്ന ഒരു മേഖലയാണ് മാലിന്യ സംസ്കരണം. ഇനിയും ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ബാക്കിയുണ്ട്. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ എണ്ണം ഘട്ടഘട്ടമായി വർദ്ധിപ്പിക്കൽ, ഗ്രാമപഞ്ചായത്തുകളിലെ MCFന്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കൽ, MCFന്റെ പ്രവർത്തനം സുഗമമാക്കുന്നതിന് ഓരോ ഗ്രാമപഞ്ചായത്തിലും ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആയി വരുന്നു. ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയുടെ കൂട്ടായ പ്രവർത്തനത്തോടെ ഈ മേഖലയിൽ കൃത്യമായ ജാഗ്രത പുലർത്താൻ ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള 7 ഗ്രാമപഞ്ചായത്തുകളിലെയും മാലിന്യം മാറ്റുന്ന മാലാഖമാരായ ഹരിതകർമ്മ സേനാംഗങ്ങളെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആദരിക്കുകയുണ്ടായി. ശുചിത്വ വാരവുമായി ബന്ധപ്പെട്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസും പരിസര പ്രദേശങ്ങളും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചേർന്ന് വൃത്തിയാക്കി ശുചിത്വ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ കന്നാറ്റുപാടം സ്കൂളിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 30 ലക്ഷം രൂപ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് ആധുനിക രീതിയിലുള്ള ടോയ്ലറ്റ് കോംപ്ലക്സ് 2021-22 സാമ്പത്തിക വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണി കഴിപ്പിച്ചു. പ്ലാസ്റ്റിക് എന്ന അജൈവ മാലിന്യത്തെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി പരിവർത്തനപ്പെടുത്തുന്നതിന് ഗ്രാമപഞ്ചായത്തുകളുമായി സഹകരിച്ച് മാതൃകയായി പ്രവർത്തിക്കുന്ന ബ്ലോക്ക് RRF, MGNREGS, ഹരിത കേരള മിഷൻ, ശുചിത്വ മിഷൻ തുടങ്ങിയ മിഷനുകളുമായി സഹകരിച്ചുകൊണ്ട് വിവിധങ്ങളായ ശുചിത്വ മാലിന്യ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയാണ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ മേഖലാ വികസനത്തിനായി നടത്തിയ പ്രവർത്തനങ്ങൾ കാണാം. ജില്ലയിലെ വൃക്ക രോഗബാധിതരുടെ സമഗ്ര പരിചരണത്തിനായി ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്ത ദൗത്യമാണ് ജീവനം. APL, BPL ഭേദമന്യേ അർഹരായ മുഴുവൻ ആളുകൾക്കും ജില്ലാ ആശുപത്രിയിലും താലൂക്ക് ആശുപത്രിയിലും കേന്ദ്രീകരിച്ച് സൗജന്യ ഡയാലിസിസ് നൽകി വരുന്നു. കൂടാതെ വൃക്ക സ്വീകരിച്ചവർക്ക് 1 ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായവും നൽകി വരുന്നു. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ അത്യാധുനിക സൗകര്യമുള്ള CT സ്കാനിംഗ് മെഷീൻ 5.27 കോടി രൂപ ചിലവിൽ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ അത്യാധുനിക സൗകര്യമുള്ള CT സ്കാനിംഗ് മെഷീൻ സ്ഥാപിച്ചു. 24 മണിക്കൂറും സ്കാനിംഗ് മെഷീൻ പ്രവർത്തന സജ്ജമാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചേരുന്നവരെ റഫറൻസിംഗ് ഒഴിവാക്കി ജില്ലാ ആശുപത്രിയിൽ തന്നെ മെച്ചപ്പെട്ട ചികിത്സ നൽകുവാൻ ഈ മെഷീൻ സഹായിക്കുന്നു. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ജില്ലാ ആശുപത്രി, ജില്ലാ ആയുർവേദ ആശുപത്രി, ജില്ലാ ഹോമിയോ ആശുപത്രി എന്നിവ കേന്ദ്രീകരിച്ച് സ്വാന്തന ചികിത്സാ പദ്ധതിക്കായി 2021-22 സാമ്പത്തിക വർഷം 70 ലക്ഷം രൂപ ചിലവഴിച്ചു. ഭിന്നശേഷിക്കാർക്ക് മോട്ടോറൈസ്ഡ് വീൽ ചെയർ വിതരണം. കൊല്ലം ജില്ലാ പഞ്ചായത്ത് 2021-22 സാമ്പത്തിക വർഷം
ഭിന്നശേഷി ക്ഷേമത്തിനായി നടപ്പാക്കിയ ശ്രദ്ധേയമായ പദ്ധതിയാണ് ജോയിസ്റ്റിക് ഓപ്പറേറ്റഡ് മോട്ടറൈസ്ഡ് വീൽ ചെയർ വിതരണം. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ 54 പേർക്ക് 2021-22 സാമ്പത്തിക വർഷം പ്രോജക്റ്റിൻ്റെ ആനുകൂല്യം നൽകി. പൊതുവിപണിയിൽ 1,40,000 രൂപ വില വരുന്ന ഏറ്റവും മെച്ചപ്പെട്ട വീൽ ചെയറുകളാണ് വിതരണം ചെയ്തത്. ഇത് കൂടാതെ 70 ഭിന്നശേഷിക്കാർക്ക് സൈഡ് വീലോടുകൂടിയ സ്കൂട്ടറുകളും ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയും ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കി. വയോജനം. കൊല്ലം ജില്ലയിലെ ഒറ്റപ്പെട്ട് കഴിയേണ്ടി വരുന്ന വയോജനങ്ങൾക്ക് അഭയമൊരുക്കുന്നതിനായി ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ച വയോജന കേന്ദ്രമാണ് സായന്തനം. 2021-22 വർഷത്തിൽ 80 ലക്ഷം രൂപ പ്രോജക്റ്റിനായി വിനിയോഗിച്ചു. ഗാന്ധി ഭവനെയാണ് സായന്തനത്തിൻ്റെ നടത്തിപ്പ് ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. 100ഓളം അന്തേവാസികൾ നിലവിൽ സായന്തനത്തിലുണ്ട്. ഇവർക്കാവശ്യമായ ഭക്ഷണം, മരുന്ന് മുതലായ ചെലവുകൾക്ക് ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം മതിയായ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് സംസാരിക്കാം. തൃശൂർ ജില്ലയിലെ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത PI ആണ് ഇന്ന് നമുക്ക് സംസാരിക്കാം പരിപാടിയോട് ഒപ്പമുള്ളത്. നമസ്കാരം, ഞാൻ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. തൃശ്ശൂർ ജില്ലയിലെ തീരദേശ പഞ്ചായത്താണ് തളിക്കുളം ഗ്രാമപഞ്ചായത്ത്. ഏകദേശം 10.25 കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു ചെറിയ പഞ്ചായത്താണ്. 16 വാർഡുകളോടുകൂടി വർക്ക് ചെയ്യുന്ന സാധാരണക്കാർ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളും അതുപോലെ പട്ടികജാതി വിഭാഗക്കാരും എല്ലാ വിഭാഗക്കാരും ഇടകലർന്ന് പ്രവർത്തിക്കുന്ന ഒരു മേഖല കൂടിയാണ് തളിക്കുളം ഗ്രാമപഞ്ചായത്ത്. ടൂറിസം മേഖലയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്? നമുക്കറിയാം, മുൻകാലങ്ങളിൽ പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യ ലഘൂകരണം എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. നമുക്ക് കഴിഞ്ഞ ഈ ഒരു സർക്കാരിൻ്റെ ഒരു പ്രത്യേക പ്രൊജക്റ്റായിട്ടാണ് നമുക്ക് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നുള്ളൊരു പദ്ധതി കൂടി നമുക്ക് നിലവിൽ വന്നിട്ടുള്ളത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് നമ്മുടെ ലോകത്ത് തന്നെ നമ്മൾ വിചാരിക്കുക നമ്മളുടെ കണ്ണിൽ കാണുന്നത് മാത്രമാണ് ദാരിദ്ര്യമെന്ന് കരുതുന്നതുണ്ട്. പക്ഷേ എല്ലാ രാജ്യങ്ങളിലും ദാരിദ്ര്യവും അതിദാരിദ്ര്യവും നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം. ആരും പരസ്പരം നോക്കാനില്ലാത്ത കിടപ്പ് രോഗികളായിട്ടുള്ള അങ്ങനെ ഒരു വീടോ അല്ലെങ്കിൽ മറ്റ് ജീവിക്കാനുള്ള ഭക്ഷണം കഴിക്കാനുള്ള ഒരു സൗകര്യമില്ലാത്ത ആളുകളെയാണ് നമ്മൾ അതിദാരിദ്ര്യ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. നമുക്ക് തളിക്കുളം എനിക്കിത് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇത് ആദ്യഘട്ടത്തിൽ കേട്ടപ്പോൾ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ കരുതിയത് ഇത്തരമൊരു പദ്ധതി നമ്മുടെ ആളുകളിലേക്ക് കൂടുതൽ ഗുണപരമായി വർത്തിക്കും എന്നുള്ളത് ഒരാഗ്രഹം വെച്ചുകൊണ്ട് കൂടുതൽ ആളുകളെ ഈ ഒരു പദ്ധതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ ആഗ്രഹിച്ചു. പക്ഷേ അത് നമ്മുടെ വാർഡുകളിൽ നിന്ന് കൂടുതൽ ആളുകളെ കൊണ്ടുവരുന്നത് അത് മോശമാണെന്നും അതിദാരിദ്ര്യരെയാണ് യഥാർത്ഥ രീതിയിൽ കൊണ്ടുവരേണ്ടതെന്നും കരുതി അത് സോർട്ട് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ആളുകളെ കണ്ടെത്തിയാണ് നമ്മൾ ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി തുടക്കമിട്ടത്. ഇപ്പോൾ നിലവിൽ നമ്മൾ തളിക്കുളം പഞ്ചായത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. 62 കുടുംബങ്ങളെയാണ്, ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരും മാനസിക പ്രശ്നമുള്ള ആളുകളൊക്കെയാണ് അതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അത്തരത്തിലുള്ള ആളുകളുടെ 62 ആളുകളെ കണ്ടെത്തി ഇന്ന് നിലവിലുള്ളത് 56 പേരാണ്. ഈ ആളുകളിൽ ഭക്ഷണം പാകം ചെയ്യാനോ മറ്റു സൗകര്യങ്ങളോ ഇല്ലാത്ത 12 കുടുംബങ്ങളാണുള്ളത്. ഇവർക്ക് തളിക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ 3 നേരവും കൃത്യമായി ഭക്ഷണം, സുഭിക്ഷമായ ഭക്ഷണം എന്ന് തന്നെ പറയാം, വീടുകളിലേക്ക് എത്തിച്ച് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ക്യാൻസർ പേഷ്യൻ്റായിട്ടും കിഡ്നി പേഷ്യൻസായിട്ടും കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളൊക്കെ ഒരുപാടുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മൾ കൃത്യമായി 12 കുടുംബങ്ങൾക്ക്, ഏകദേശം 12 കുടുംബങ്ങൾക്ക് തന്നെ വലിയ വിലയുള്ള മരുന്നുകൾ പോലും സൗജന്യമായിട്ട് നീതി സ്റ്റോറുകളിൽ നിന്നും അവർക്ക് ആവശ്യമുള്ളത് മരുന്ന് അവിടെ നിന്നും വാങ്ങും. അതിൻ്റെ ബില്ല് പേ ചെയ്യുന്നത് പഞ്ചായത്താണ്. എല്ലാ പഞ്ചായത്തുകളും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടാവാം. അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഒരു സ്പെഷ്യൽ പദ്ധതി പ്രകാരം കളക്ടറുടെ എല്ലാം നിർദ്ദേശപ്രകാരം സ്കൂളുകളിൽ നിന്ന്
നമ്മൾക്ക് ഭക്ഷ്യ കിറ്റുകൾ കുട്ടികളുടെ നേതൃത്വത്തിൽ അതുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് എന്താണ് ദാരിദ്ര്യമെന്നും അതിദാരിദ്ര്യമെന്നും മനസ്സിലാക്കാനുള്ളൊരു സംവിധാനം തൃശ്ശൂർ ജില്ലാ സംവിധാനത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നും നമുക്ക് തളിക്കുളം പഞ്ചായത്തിലെയും മറ്റ് പഞ്ചായത്തുകളിൽ നിന്നുള്ള ഭക്ഷ്യ കിറ്റുകൾ ഈ അതിദാരിദ്ര്യം എന്ന് പറയുന്ന കുടുംബങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പലചരക്കും മറ്റുള്ള എല്ലാ വസ്തുക്കളായിട്ട് ഓരോ മാസങ്ങളിലും കൃത്യമായിട്ട് ആ കിറ്റ് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമുക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ല. അതുപോലെ തന്നെ വീടില്ലാത്തവർക്കും വീടും അതുപോലെ സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം നൽകുക എന്നുള്ളൊരു പദ്ധതി കൂടിയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ലൈഫ് പദ്ധതിയിൽ ഫാത്തിമ എന്ന പേരിലുള്ള ഒരു ഇത്തേക്ക് നമ്മൾ വീട് വെച്ച് നൽകി. അവർക്ക് സ്ഥലമുണ്ടായിരുന്നു, വീട് വെച്ച് നൽകി. ഇപ്പോൾ വാടകയ്ക്ക്, അതായത് വീടും സ്ഥലവും ഇല്ലാത്ത ആളുകൾക്ക് സ്ഥലം അന്വേഷിച്ച് നമ്മളിപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാത്തവരെ പൂർണ്ണമായിട്ട് നമ്മൾ വാടകയ്ക്ക് വീടെടുത്തുകൊണ്ട് 5000 രൂപ വരെ പഞ്ചായത്തിന് വാടക നൽകാനായിട്ട് സാധിക്കും. അപ്പോൾ ആ പ്രവർത്തനത്തിലൂടെ പൂർണ്ണമായിട്ടും അതിദാരിദ്ര്യം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് പറയുന്ന ആ സമയത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായും ഒരാൾ പോലും ഒറ്റപ്പെട്ട് ഭക്ഷണമില്ലാതെയോ മരുന്നില്ലാതെയോ ഒറ്റപ്പെട്ട് ജീവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകരുതെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പഞ്ചായത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി കാർഷിക മേഖലയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ വികസനങ്ങളാണ്? ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു തീരദേശ പഞ്ചായത്താണ്. ചെറിയൊരു ചുറ്റളവിലുള്ള പടിഞ്ഞാറ് അറബിക്കടലും അതുപോലെ തന്നെ കിഴക്കൻ ഭാഗത്ത് കനോലി കനാലും ഉൾപ്പെടുന്ന ഒരു പ്രദേശം. സാധാരണയായിട്ട് അറിയാം, ഈ തീരദേശ പഞ്ചായത്തിൽ ഉപ്പുവെള്ളം കയറുന്ന ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഈ ഉപ്പുവെള്ളം കയറുന്ന പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ഒരു പരിധി വരെ വലിയ തോതിലുള്ളൊരു കാർഷിക മേഖലയെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് പറയുന്നത് പോലെ തന്നെ 30-40% നിന്നുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ വീടുകളിലേക്ക് കൃഷി, നമുക്കറിയാലോ കോവിഡ് കാലം വന്ന ആ കാലഘട്ടത്തിൽ കൃഷി ചെയ്യാത്ത എല്ലാവരും കൃഷിയിലേക്ക് വന്നു. എല്ലാവരെയും കൃഷിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചു. ഒരു സ്വന്തമായി കഴിക്കാനുള്ള ഭക്ഷണത്തിനുള്ള ഐറ്റമെങ്കിലും പച്ചക്കറി, പച്ചമുളകാണെങ്കിലും തക്കാളി ആണെങ്കിലും വെണ്ടയാണെങ്കിലും വഴുതനയാണെങ്കിലും അത്തരത്തിൽ നമുക്ക് ഏറ്റവും നല്ല ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ എത്തിക്കാനുള്ള കൃഷി രീതിയിലെങ്കിലും ജനങ്ങളെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് അതുവഴി സാധിച്ചു. കഴിഞ്ഞ ഭരണസമിതി കാലങ്ങളിലും ഞാൻ കഴിഞ്ഞ 2 ടേമുകളിലായിട്ട് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആ കാർഷിക രീതി പഠിപ്പിക്കാൻ സാധിച്ചു. ഇന്ന് നമ്മുടെ പഞ്ചായത്തിൽ എല്ലാ ആളുകളിലേക്കും ഗ്രാമസഭകളിലൂടെ പരമാവധി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പച്ചക്കറി തൈകളും വിത്തുകളും സൗജന്യമായിട്ട് നമ്മൾ 1,04,000 തൈകളൊക്കെയാണ് ഒരു വർഷം നമ്മൾ വിതരണം ചെയ്യുന്നത്. അതൊരു പദ്ധതിയുടെ ഭാഗം മാത്രം. അതുപോലെ തന്നെ ഫലവൃക്ഷ തൈകളാണെന്നുണ്ടെങ്കിലും പല രീതിയിലും ചെടിച്ചട്ടി ബയോ അത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ കാർഷിക മേഖലയിൽ ഉന്നമനത്തിന് വേണ്ടി സ്വയം പര്യാപ്തത നേടാൻ സ്ത്രീകൾക്ക് എന്തെല്ലാം സാധ്യതകളുണ്ടോ അതെല്ലാം നമ്മൾ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായി ആരോഗ്യ മേഖലയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളായിരുന്നു പഞ്ചായത്തിൽ നടത്തുന്നത്? ആരോഗ്യ മേഖല നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ആരോഗ്യ മേഖല എന്ന് പറയുന്നത് കേരളത്തിലെയാണ്. അത് ഇന്ത്യയിലെ എന്നല്ല, ലോകത്തിലെ തന്നെ ആരെയും വെല്ലുന്ന രീതിയിലുള്ള ആരോഗ്യ സംവിധാനങ്ങൾ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുവരാൻ നമ്മുടെ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ട്. അത്രയും ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ് കൂടെയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാരായിട്ട് അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന രീതിയിലോ പ്രവർത്തിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ വരുന്ന കാലഘട്ടത്തിൽ തളിക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ അതൊരു നെഗറ്റീവായിട്ടെന്ന് തന്നെ പറയല്ല, കാലങ്ങൾക്ക് ശേഷമുള്ള മാറ്റങ്ങളായിരിക്കും അത്. വലിയ കുറവുകൾ, അതായത് മഴക്കാലം വന്നു കഴിഞ്ഞാൽ വെള്ളം കയറുന്ന രീതിയിലുള്ള അവിടെ നിന്ന് ഹോസ്പിറ്റൽ പോലും അടച്ചിടേണ്ട രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ പഞ്ചായത്ത് സംവിധാനങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രശ്നങ്ങളെ കൃത്യമായി മനസ്സിലാക്കി അവിടെ നിന്നും പഞ്ചായത്തിൻ്റെ കൂട്ടായ പ്രവർത്തനത്തോടു കൂടി വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തി വലിയ തോതിൽ നമുക്ക് ആ ഒരു മാറ്റം വരുത്താൻ സാധിച്ചു. അതിൽ ഏറ്റവും വലിയൊരു സന്തോഷം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ആർദ്ര കേരള പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ അതിൽ തൃശ്ശൂർ ജില്ലയിലെ ആദ്യ ആർദ്ര കേരള പുരസ്കാരം നേടാനായിട്ട് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ പഞ്ചായത്ത് വെക്കുന്ന അവരാവശ്യപ്പെടുന്നത് മാത്രമല്ല, ഗ്രാമസഭയിലൂടെ വർക്കിംഗ് ഗ്രൂപ്പിലൂടെ വരുന്നതിനപ്പുറം തന്നെ ഭരണസമിതിയുടെ തീരുമാനങ്ങൾ വലിയ തോതിൽ ഒരു തുക, എന്താ ശരിക്കും പറയുമ്പോൾ ഏറ്റവും കൂടുതൽ തുക ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ മാറ്റിവെക്കുന്നത്. അതിൽ ആർദ്ര കേരള പുരസ്കാരം നേടിയ അതേ വർഷം തന്നെ നാഷണൽ തലത്തിലുള്ള NQS എന്ന് പറയുന്ന എന്താ പറയുക സർവേ പ്രകാരം നാഷണൽ ക്വാളിറ്റി അഷുറൻസ് എന്നറിയപ്പെടുന്ന ദേശീയ തലത്തിലുള്ള അംഗീകാരം ഏറ്റവും മികച്ച പോയിൻറ്റോടുകൂടി നേടാൻ തളിക്കുളം ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു. അതിനുശേഷം വീണ്ടും അതിൻ്റെ പുതുക്കൽ അതിനേക്കാൾ കൂടുതൽ പോയിൻറ്റോടുകൂടി അത് നിലനിർത്താനായിട്ട് NQS നേടാനായിട്ട് സാധിച്ചു. കഴിഞ്ഞ 2023 വർഷത്തെ
കായികൽപ്പ അവാർഡ് അതിൻ്റെ അംഗീകാരം തൃശ്ശൂർ ജില്ലയിൽ തളിക്കുളം ഗ്രാമപഞ്ചായത്തിന് നേടാനായിട്ട് സാധിച്ചു. നമുക്കറിയാലോ, ഇതെല്ലാം നടക്കുന്നത് ഒരു കൂട്ടായ പ്രവർത്തനമാണ്. ഒരു പഞ്ചായത്ത് ഭരണസമിതിയോ അല്ലെങ്കിൽ ഉദ്യോഗ തലത്തിലുള്ള ആളുകൾ മാത്രമോ വിചാരിച്ചതുകൊണ്ട് കാര്യമില്ല. അത് ആരോഗ്യ മേഖലയിലെ താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥർ, ആശാ വർക്കേഴ്സ് അടക്കം അതിൻ്റെ എല്ലാ മേഖലകളിലുള്ള ക്ലീനിങ് സ്റ്റാഫ് അടക്കം എന്ന് ഞാൻ പറയുന്നത്, അവർ വേറിട്ട് പറയല്ല, എല്ലാ ആളുകളും മെഡിക്കൽ ഓഫീസർ അടക്കമുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും പഞ്ചായത്ത് ഭരണസമിതിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഈ അവാർഡുകളെല്ലാം നേടാൻ സാധിച്ചത് എന്നുള്ള ഒരു ഉത്തമ വിശ്വാസം ഭരണസമിതിക്കുണ്ട്. ഏറ്റവും മികച്ച ഹോസ്പിറ്റലായിട്ട് എല്ലാ സംവിധാനത്തോടെയും കിടക്കാനും, നമുക്കറിയാം ഞങ്ങൾ FHC ആണ്, കുടുംബാരോഗ്യ കേന്ദ്രമാണ്. ആദ്യം പ്രാഥമികാരോഗ്യ കേന്ദ്രമായിരുന്നു. അതിനെ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇതിൽ ഉയർത്തി ഇത് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സയൊന്നുമില്ല, പക്ഷേ എന്നിരുന്നാലും അത്യാവശ്യം വന്നൊരു ദിവസം പൂർണ്ണമായി കിടന്ന് റെസ്റ്റ് എടുക്കാനും ECGയും മറ്റു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ഫിസിയോതെറാപ്പി സംവിധാനങ്ങളുണ്ട്. അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏറ്റവും മികച്ച സ്ഥാപനമായിട്ട് ആവശ്യത്തിനുള്ള മെഡിസിൻസും എല്ലാമായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ തളിക്കുളം പഞ്ചായത്തിൻ്റെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സാധിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കൊക്കെ വേണ്ടി വലിയ നല്ല പ്രൊജക്റ്റുകൾ നടത്താൻ പഞ്ചായത്തിന് സാധിക്കുന്നുണ്ട്. അഭിനന്ദനങ്ങൾ. സന്തോഷം. അടുത്തതായി സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ്? ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് വനിതാ സൗഹൃദ പഞ്ചായത്ത് അല്ലെങ്കിൽ സ്ത്രീ സൗഹൃദ പഞ്ചായത്തുകളെ എങ്ങനെ മെച്ചപ്പെടുത്തിയെടുക്കാമെന്നുള്ള രീതിയിൽ ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്തായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് തളിക്കുളം ഗ്രാമപഞ്ചായത്തിനാണ് അങ്ങനെ ഒരു സാഹചര്യം ലഭിച്ചത്. ഇതുപോലെ തന്നെ 14 ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ പഞ്ചായത്തുകളിലൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് തളിക്കുളം പഞ്ചായത്ത് ഇവർ ഒരുപാട് മാനദണ്ഡങ്ങൾ നോക്കിക്കൊണ്ടാണ് കില അങ്ങനെയൊരു പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടാണ് വരുന്നത്. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എടുത്തു പറയാവുന്ന കാര്യം, സ്ത്രീകൾക്കായിട്ട് എനിക്ക് അതെടുത്തു പറയാവുന്ന ഒരു കാര്യം, ഞാനൊരു സ്ത്രീ എന്നുള്ള രീതിയിലൊരു വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ളത് കൊണ്ടാവാം അതിന് കൂടുതൽ പ്രാധാന്യം നൽകാനായിട്ട് സാധിക്കുന്നത്. ഞങ്ങൾ 16 മെമ്പർമാരാണ്. 16 മെമ്പർമാരിൽ 9 വനിതാ മെമ്പർമാർ, സ്ത്രീ മെമ്പർമാർ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. അത് ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ സ്ത്രീകൾ തന്നെയാണ്. ഞങ്ങളുടെ പഞ്ചായത്ത് സെക്രട്ടറി ആണെന്നുണ്ടെങ്കിലും അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആണെങ്കിലും ഉദ്യോഗസ്ഥരിൽ പൂർണ്ണമായിട്ടും ഒട്ടുമിക്ക ആളുകളും സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ നമുക്കതൊരു പഞ്ചായത്ത് ഒരു പദ്ധതി ആലോചിക്കുമ്പോൾ തന്നെ ആ ആലോചന അതും പോസിറ്റീവായിട്ടുള്ളൊരു തീരുമാനത്തിലോട്ടാണ് നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാധാരണ ഒരു തീരദേശ പഞ്ചായത്ത് ആയതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കുറേ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളതുകൊണ്ട് അത് സംസ്ഥാനത്ത് തന്നെ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് വിവ എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കിയത് അറിയാലോ, വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക്. ആ പദ്ധതി നടപ്പിലാക്കുന്നതിന് തൊട്ട് മുൻപത്തെ വർഷം മുമ്പ് തന്നെ തളിക്കുളം പഞ്ചായത്ത് സ്ത്രീകളെ, അനീമിക്കായിട്ടുള്ള സ്ത്രീകൾ, വിളർച്ച ബാധിച്ച സ്ത്രീകളെ, അതാണ് സ്ത്രീകളിൽ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് കാണുന്നത്. സ്ത്രീകളിലും കൗമാരക്കാരായിട്ടുള്ള പെൺകുട്ടികളിലൊക്കെ നമ്മളത് കാണുന്നുണ്ട്. അനീമിക്കായിട്ടുള്ളത് കൊണ്ട് തന്നെ അവരുടെ ആരോഗ്യം ക്ഷയിക്കുക, അല്ലെങ്കിൽ ക്ഷീണിതരാവുക, അവർ കൂടുതൽ ടെൻഷനാവുക, അങ്ങനെയുള്ള കാര്യങ്ങളും പെട്ടെന്ന് ദേഷ്യപ്പെടുക, അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു കുറേ കാര്യങ്ങളാണ്. അപ്പോൾ അത് മാറ്റുന്നതിന് വേണ്ടി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് അത് ഏറ്റവും പ്രധാനപ്പെട്ട, അത് സംസ്ഥാനത്ത് തന്നെ എനിക്ക് തോന്നുന്നത് ആദ്യം ചെയ്തത് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് തന്നെയാണ്. അവരെ അനീമിക്കായിട്ടുള്ള പലരും ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ ചെയ്യുന്നത് അനീമിക്കായിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടി സ്ത്രീകളെ മൊത്തമായി വിളിച്ചുകൊണ്ട് ഒരു വർഷം 500 സ്ത്രീകളെങ്കിലും മിനിമം വിളിച്ചുകൊണ്ട് ആ പരിശോധനയിൽ കണ്ടെത്തുന്ന HB കുറവുള്ള, ഹീമോഗ്ലോബിൻ കുറവുള്ള 10 പോയിന്റിൽ കുറവുള്ള, നമുക്കറിയാം സ്ത്രീകൾക്ക് 12 പോയിൻ്റാണ് വേണ്ടത്, 10 പോയിന്റിൽ കുറവുള്ള സ്ത്രീകളെ കണ്ടെത്തി ആ സ്ത്രീകൾക്ക് പ്രത്യേക പോഷകാഹാര കിറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം പരിപ്പ്, ഈത്തപ്പഴം, അയൺ ടാബ്ലറ്റ് എന്നടങ്ങുന്ന ഈ കിറ്റ് നൽകിക്കൊണ്ട് ഇത് കൃത്യമായിട്ട് അവർ തന്നെ കഴിക്കണമെന്ന് നിർബന്ധമായി അറിയിക്കുകയും അത് കഴിച്ച് അതിനുശേഷം വീണ്ടും അതിൻ്റെ ഒരു ടെസ്റ്റ് നടത്തി വലിയ മാറ്റം, അത് വളരെ സത്യസന്ധമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. 7 പോയിൻ്റുള്ളവരൊക്കെ 12 പോയിന്റിലേക്കും, അല്ലെങ്കിൽ 8 പോയിൻ്റുള്ളവർ 13 പോയിന്റിലേക്കും, 4 പോയിൻ്റൊക്കെ ഉണ്ടായിരുന്നു ഒരു 10 പോയിന്റിലേക്ക് വന്നിട്ടുള്ള വലിയൊരു മാറ്റം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ലക്ഷ്യം അതാണ്, എനർജറ്റിക് ആയിട്ടുള്ള സ്ത്രീകളെ നമ്മുടെ പഞ്ചായത്തുകളിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് സ്ത്രീ
പവർ എന്ന് പറയുന്നത് നമ്മൾ സ്ത്രീ സൗഹൃദ പഞ്ചായത്താക്കുന്നതിൽ ഏറ്റവും വലിയ പദ്ധതി എന്ന് ഞാൻ കരുതാണ്. ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ സ്ത്രീകൾക്ക് കരാട്ടെ പരിശീലനമുണ്ട്, നീന്തൽ പരിശീലനമുണ്ട്. അത്തരത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിശീലനം മെനപ്പോസുമായി ബന്ധപ്പെട്ടിട്ട് സംസ്ഥാന തലത്തിൽ ആദ്യത്തെ ഒരു പദ്ധതി ഏറ്റെടുത്ത്. നമുക്കറിയാം മെനപ്പോസ് ഈ പീരീഡ്സ് നിൽക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഹോർമോൺ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ആരും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. പീരീഡ്സ് ടൈമിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന വേദന, സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന വേദന മാത്രമാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഈ മെനപ്പോസ് കാലഘട്ടം, അതായത് പീരീഡ്സ് നിൽക്കുന്ന ഒരു കാലഘട്ടമുണ്ട്, ആ സമയത്ത് ഉണ്ടാകുന്ന ഈ ഹോർമോൺ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് സ്ത്രീകൾ ഒരുപാട് പ്രശ്നം, അത് പലപ്പോഴും പുരുഷന്മാർ അറിയാതെ പോകുന്നൊരു കാര്യമാണ്. അവർക്ക് അവയർനെസ് കൊടുക്കേണ്ടതാണ്. അത്തരത്തിലുള്ള ഒരു ക്ലാസ് നൽകി അതൊരു നെടുനീളനെ, അതായത് മാസങ്ങൾ എടുത്തുകൊണ്ട് അതിൻ്റെ അവയർനെസ്സിൽ പുരുഷന്മാരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അത് കൃത്യമായിട്ട് പഠനം നടത്തി നടപ്പിലാക്കാനായിട്ട് തളിക്കുളം ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ആർത്തവ സംബന്ധമായിട്ടുള്ളത് മെൻസ്ട്രുവൽ കപ്പ് വിതരണം എല്ലാ സ്കൂളുകളിലേക്കും ഘടക സ്ഥാപനങ്ങളിലേക്കും വെൻഡിങ് മെഷീൻ അടക്കമുള്ള സാധനങ്ങൾ, ഈ ഇൻസിനറേറ്റർ അടക്കമുള്ള മെഷീൻസ് നമ്മൾ വിതരണം ചെയ്ത് കഴിഞ്ഞു. ഇനിയും ഈ കാലഘട്ടങ്ങളിൽ സ്കൂളുകളിലേക്ക് ടോയ്ലറ്റുകൾ നിർമ്മിച്ച് ഇല്ലാത്ത ഭാഗങ്ങളിലൊക്കെ വലിയ തോതിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഒക്കെ സഹകരണത്തോടു കൂടി തന്നെ ടോയ്ലറ്റുകൾ നിർമ്മാണങ്ങളൊക്കെ വളരെ ഭംഗിയോടുകൂടി നടത്താൻ പഞ്ചായത്തുകൾക്ക് സാധിക്കുന്നുണ്ട്. സ്ത്രീ സൗഹൃദം എന്ന് മാത്രം പറയാനായിട്ട് സാധിക്കില്ല. കുട്ടികളുടെ ഒരുപാട് പദ്ധതികൾ തളിക്കുളം പഞ്ചായത്ത് നടത്തുന്നുണ്ട്. അത് കുട്ടികളുടെ ഗ്രാമസഭ വിളിച്ചുകൊണ്ട് തന്നെ, അത് സ്ത്രീകളുടെയും വനിതാ ഗ്രാമസഭ വിളിക്കാറുണ്ട്. കുട്ടികളുടെ പദ്ധതികൾ എന്ന് പറയുമ്പോൾ അവർ പറയുന്ന A to Z കാര്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കുട്ടികൾക്കായിട്ട് അവരുടെ ട്രെയിനിങ് ആയിട്ട് ഫിറ്റ്നസിൻ്റെ ട്രെയിനിങ് അവർക്ക് വരുന്നുണ്ട്. പിന്നെ വനിതകൾക്കായിട്ട് 2 വനിതാ ഫിറ്റ്നസ് സെൻ്റർ ഉണ്ട് കേട്ടോ. ഏറ്റവും മികച്ച രീതിയിൽ ചെയ്ത, അതായത് വനിതാ ഫിറ്റ്നസ് സെൻ്ററിൽ യോഗ പരിശീലനമുണ്ട്, യഥാർത്ഥ ഫിറ്റ്നസിൻ്റെ പരിശീലനമുണ്ട്, സുംബ ഉണ്ട്. ഇതിലൊക്കെ കൂടി അതായത് തൈറോയിഡായിട്ടും അല്ലെങ്കിൽ മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങളായിട്ടും PCOD ആയിട്ടൊക്കെ വരുന്ന സ്ത്രീകളൊക്കെ തുള്ളിച്ചാടി നടന്നുകൊണ്ട് നമ്മളോട് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറി എന്ന് പറയുന്നൊരവസ്ഥ, അതൊക്കെ വലിയ തോതിലുണ്ട്. മറ്റൊന്നുകൂടി പറയാനുള്ളത്, ഇതിൻ്റെ ഇടയിൽ സ്ത്രീജന്യ രോഗങ്ങൾക്ക് നമ്മുടെ തളിക്കുളം പഞ്ചായത്തിൻ്റെ ആയുർവേദവും ഹോമിയോയും വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളൊക്കെയും വലിയ മാറ്റങ്ങൾ മറ്റ് പഞ്ചായത്തുകളിൽ നിന്നടക്കം നമുക്ക് ആളുകളെ ആകർഷിക്കാനും അതിന് പരിശോധനയ്ക്ക് വിധേയമാക്കാനും. ഇത്തവണത്തെ ഏറ്റവും മികച്ച ഹോമിയോ ഡോക്ടർക്കുള്ള അവാർഡ് നമ്മുടെ തളിക്കുളം പഞ്ചായത്തിലെ ഡോക്ടർ കിരണിനാണ് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളത് സ്ത്രീജന്യ രോഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അദ്ദേഹം തളിക്കുളത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികൾക്കായിട്ട് കരാട്ടെ പരിശീലനമുണ്ട്. അതുപോലെ തന്നെ നീന്തൽ പരിശീലനം വർഷങ്ങളായിട്ട് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കായിട്ട് ഇപ്പോൾ വനിതാ ക്രിക്കറ്റ് ടീം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, ആൺകുട്ടികളുടെ ഫുട്ബോൾ ടീം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ പെൺകുട്ടികൾക്ക് വോളിബോൾ ടീം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുട്ടികളെ തന്നെ എന്താ പറയുക, വരുന്ന തലമുറയെ ഏറ്റവും മികച്ച രീതിയിലേക്ക് കൊണ്ടുവരാൻ. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന ലഹരി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും അടുത്ത നമ്മുടെ ലക്ഷ്യം ലഹരി വിരുദ്ധമാക്കുക, കുട്ടികളെ അതിൽ നിന്നും മോചിപ്പിക്കാനും കുട്ടികളെ അതിലേക്ക് വഴിതെറ്റി പോകാതിരിക്കാനുള്ള പരിശീലനങ്ങളും കാര്യങ്ങളും നമ്മൾ നടത്തണം. മറ്റൊരു പ്രധാനപ്പെട്ട 2 പദ്ധതികൾ കൂടി നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷത്തെ പദ്ധതിയാണ്. ഒന്ന്, കുട്ടികൾക്ക് സ്കൂൾ റേഡിയോ എന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ അവരുടെ കഴിവുകൾ തെളിയിക്കാനുള്ള സ്കൂൾ റേഡിയോ FM എന്നുള്ള രീതിയിൽ, സ്കൂൾ FM എന്നുള്ള രീതിയിൽ ഒരെണ്ണം നടത്തുന്നുണ്ട്. പിന്നെ കുട്ടി ഗ്രാമ ക്ലബ്ബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ കുട്ടികളെയും പല സ്ഥലങ്ങളിലാക്കി മാറ്റി അവർക്ക് ഓരോ ആഴ്ചയിലും വ്യത്യസ്തമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകുക. ഈ തവണ നൽകുന്നത് കരാട്ടെ പരിശീലനം, അടുത്ത തവണ അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള പരിശീലനമായിരിക്കും, അടുത്ത തവണ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പരിശീലനം കുട്ടികൾക്ക് എന്താ പറയുക, അവരുടെ മൈൻഡിലേക്ക് ചിന്താശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ള രീതിയിൽ പഞ്ചായത്ത് അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തതായി നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി അതിലേക്ക് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ചോദിച്ചത്. കാരണം നമ്മുടെ രാജ്യത്ത് ഒരുപാട്, പ്രത്യേകിച്ച് കേരളത്തിലും ഒക്കെ, രാജ്യത്ത് നിന്ന് തന്നെ പറയാം, എല്ലാ പ്രവർത്തനങ്ങളിലും മികച്ച പങ്കാളിത്തവും അതിന് മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിലും മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് ഒരു കീറാമുട്ടിയായിട്ട് തന്നെ നിന്നിരുന്നൊരു മേഖലയാണ് നമ്മൾക്ക്, അല്ലേ? പക്ഷേ അത് ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ വഴിമാറിപ്പോകുമെന്നുള്ളത് കൂടി, ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ മാറ്റം വരുത്താനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് 2025 മാർച്ച് 31 നമ്മൾ സമ്പൂർണ്ണ മാലിന്യ
സംസ്കരണം എന്നുള്ള രീതിയിൽ നമ്മുടെ പഞ്ചായത്തുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്ത് നമുക്കറിയാം സ്നേഹതീരം എന്ന് പറയുന്ന പാർക്ക് നമ്മുടെ സംസ്ഥാനത്തുള്ള ഒരുപാട് ആളുകൾ തേടി വരുന്നൊരു സ്ഥലം കൂടിയാണ്. അത് അവിടെ ആളുകൾ വരുന്ന സ്ഥലങ്ങളിൽ വലിയ തോതിലൊക്കെ വേസ്റ്റ് വലിച്ചെറിയപ്പെടാറുണ്ട് എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതെല്ലാം തന്നെ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തിൻ്റെ സംയുക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ഫണ്ട് വെച്ചുകൊണ്ട് അവിടെ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കാനും ആ ഭാഗങ്ങൾ പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്തുകൊണ്ട് വലിയ മാറ്റങ്ങൾ വരുത്തുന്ന CCTV ക്യാമറകൾ ഇപ്പോൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വീടുകളിൽ നിന്നുള്ള കളക്ഷൻ അത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് 100% എത്തിക്കൊണ്ടിരിക്കുകയാണ്. പല സമയങ്ങളിലും ചില മാസങ്ങളിൽ പൂർണ്ണമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ആളുകളുടെ ഒരു മനോഭാവം മാറ്റിയെടുക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും അത് മാറി മാറി വലിച്ചെറിയുന്ന ഒരവസ്ഥയിൽ നിന്നും മാറി ഇന്ന് കൊടുക്കാനുള്ളത്, കാരണം പിഴ ഈടാക്കുമെന്നുള്ളൊരു പേടി ജനങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ആ മാറ്റം വരുത്താനായിട്ട് ആർക്ക് സാധിച്ചിട്ടുണ്ട്? നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ആ നിർദ്ദേശപ്രകാരം പഞ്ചായത്തുകൾക്ക് കൃത്യമായിട്ട് അത് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ മാത്രമല്ല, ജനപ്രതിനിധികൾക്ക് അറിയാലോ ചിലപ്പോൾ ഒരു ലിമിറ്റേഷനൊക്കെ ഉണ്ടാവും ചില ആളുകളോട് പറയുന്നതിൽ. പക്ഷേ ഉദ്യോഗസ്ഥരെ നമ്മളത് കൃത്യമായിട്ട് അറിയിച്ച് സെക്രട്ടറി അടക്കമുള്ള അതിൻ്റെ നോഡൽ ഓഫീസർ അടക്കമുള്ള അസിസ്റ്റൻറ്റ് സെക്രട്ടറി, മറ്റ് HI അടക്കമുള്ള ആളുകളൊക്കെ വളരെ ഭംഗിയോടുകൂടി ആ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പഞ്ചായത്ത് ഈ മാർച്ച് 31 തന്നെ പൂർണ്ണമായിട്ടും മാലിന്യമുക്തമാക്കുന്നതിനുള്ള, പക്ഷേ അതൊരു തുടർ പ്രവർത്തനം കൂടിയാണ്. ഈ ഒരു മാസം മാലിന്യമുക്തമാക്കേണ്ട കാര്യമില്ല, അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ കൂടി നടത്താനുള്ള പ്രവർത്തനങ്ങളിലൂടെ പഞ്ചായത്ത് മുന്നോട്ട് പോകും. അടുത്തതായി തളിപ്പറമ്പ് ഒരു തീരദേശ പ്രദേശമാണെന്ന് പറഞ്ഞു. അപ്പോൾ ദുരന്തങ്ങളുടെ സാധ്യത ആയതുകൊണ്ട് തന്നെ ദുരന്ത നിവാരണത്തിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്ത്? ദുരന്ത നിവാരണം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക കാര്യം എടുത്ത് പറയാം. സ്നേഹതീരം പോലെയുള്ള പ്രദേശങ്ങളിൽ ആളുകൾ കൂടുതൽ അതർ സ്റ്റേറ്റിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നതടക്കം ആളുകൾ നമ്മുടെ സുരക്ഷാ ബോർഡുകൾ ഉണ്ടായിട്ട് പോലും കടലിൽ ഇറങ്ങുകയും നമ്മളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇവർ ബസ്സുകളിലൊക്കെ വന്ന് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നൊരു പ്രദേശം കൂടിയാണ്. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ കടലിറങ്ങി അത് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ ഒക്കെ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ തീരദേശത്തെ തൊഴിലാളികളുമായി അല്ലെങ്കിൽ അവരുടെ ഒരു ടീമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് മത്സ്യമേഖലയിലുള്ള ആളുകളൊക്കെ. പക്ഷേ അത് പൂർണ്ണതയിലേക്ക് എത്രത്തോളം എത്താൻ സാധിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാൽ പോലും സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു അപകടം പറ്റിയാൽ അതിനെ രക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും പഞ്ചായത്ത് വാങ്ങി അത് വെച്ചിട്ടുണ്ട്. അവരത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ കയ്യിൽ തന്നെയാണ് ഞങ്ങൾ സൂക്ഷിക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത്. കാരണം അവർ തന്നെയാണ് വളണ്ടിയേഴ്സ് എന്നുള്ള രീതിയിൽ അവർ തന്നെയാണ് വളണ്ടിയേഴ്സ്. ആ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന് നമുക്ക് തീരെ പോലീസ് ഓഫീസേഴ്സിൻ്റെ സഹായമുണ്ട്. ആ രീതിയിലൊക്കെ പ്രവർത്തനങ്ങളുണ്ട്. പിന്നെ കുറേ ഭാഗങ്ങളിൽ നമുക്കറിയാം സുനാമി വന്നപ്പോഴും അല്ലെങ്കിൽ പ്രളയം വന്നപ്പോഴൊക്കെ അത് കടലിന് മാത്രം ബന്ധപ്പെട്ടതല്ല. ഇപ്പോഴൊക്കെ ഇവരെ നമ്മൾ മത്സ്യത്തൊഴിലാളികൾ ഒരുപാട് നമ്മളെ സഹായിച്ചിട്ടുള്ളതാണ്. ഒരു പ്രദേശം ഒലിച്ചു പോകാറായപ്പോൾ റോഡടക്കം മാറിപ്പോയപ്പോൾ നമ്മൾ ജിയോ ബാഗുകളിട്ട് ഒരു സ്ഥലത്തെ പൂർണ്ണമായിട്ട് സംരക്ഷിച്ചു. ഇന്നും അത് വളരെ ഫലവത്തായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണത് നമ്മളെ സഹായിച്ചത്. ഇനിയും ഉള്ള ബാക്കി സ്ഥലങ്ങളിലും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടെ കല്ല് കെട്ടി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. കടൽ ഭിത്തി കുറച്ച് ഭാഗം വന്നു, ഇനി ബാക്കി ഭാഗങ്ങളിലൂടെ വരാനുണ്ട്. അടുത്തതായി സ്നേഹതീരം ഏറ്റവും കൂടുതൽ യാത്രക്കാർ കൂടുതൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ ഒക്കെ ഒരു ടൈമിൽ എല്ലാവരും സ്നേഹതീരാണ് ആദ്യം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ടൂറിസ്റ്റ് മേഖലയെ കുറിച്ച് അതിലേക്ക് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ്? അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ സ്നേഹതീരം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ 10 ഏറ്റവും മികച്ച ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒന്നാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിക നിയോജകമണ്ഡലം MLA CC മുകുന്ദേട്ടൻ്റെ സഹായത്തോടു കൂടി ഏകദേശം ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1.5 കോടിയുടെ ഒരു പ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മെയിൻ്റനൻസ് ആണ് അവിടെ. ലൈറ്റിങ്ങൊക്കെ നമുക്കറിയാലോ, ഉപ്പുകാറ്റ് എന്ന് പറയുന്ന ഒരു പ്രശ്നം വളരെ വലുതാണ്. ആ ഉപ്പുകാറ്റേറ്റുകൊണ്ട് വരുന്ന ഈ ലൈറ്റിങ്ങിനൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഏകദേശം 54 ലക്ഷം രൂപയുടെ വർക്കുകൾ ലൈറ്റിംഗ് പ്രവർത്തനങ്ങളും അതുപോലെ പാർക്കുണ്ട് കുട്ടികൾക്കുള്ള. MLAയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അവിടെ മാറ്റി ഏകദേശം 1 കോടി രൂപ അതിനും വെച്ചുകൊണ്ട് 1.5 കോടി രൂപയുടെ മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും മികച്ച രീതിയിൽ ആളുകളെ അങ്ങോട്ട് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ വെളിച്ചത്തിനായിട്ട് MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു. ഇപ്പോൾ 2 എണ്ണം കൂടി ഈ മാസത്തിൽ തന്നെ മാർച്ചിനുള്ളിൽ തന്നെ വെക്കും. അടുത്തതായി ഭാവി പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഭാവിയിലേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള തളിപ്പറമ്പയുടെ വികസനങ്ങളെ കുറിച്ച് പറയാം. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ഒരു കാര്യം പറയാം. നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് ഓഫീസ്, കൃഷിഭവൻ,
വായനശാല, കുടുംബശ്രീ, മാർക്കറ്റ് ഹാളെല്ലാം നഷ്ടപ്പെട്ട ഒരു പഞ്ചായത്താണ്. ഞങ്ങൾ ഇന്ന് താൽക്കാലികമായിട്ട് നിൽക്കുന്നത് വാടക കെട്ടിടത്തിലാണ്. അതിലൊരു പ്രശ്നം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ചെറിയ പഞ്ചായത്ത് ആയതുകൊണ്ട് തന്നെ ഒരു പുറമ്പോക്ക് ഭൂമി എന്നുള്ളത് തളിക്കുളം പഞ്ചായത്തിനില്ല. ഓൺ ഫണ്ടും വലിയ തോതിലുള്ളൊരു പഞ്ചായത്തൊന്നുമല്ല. 1 കോടിയിൽ താഴെയാണ് ഞങ്ങളുടെ ഓൺ ഫണ്ടൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഭൂമി പുതുതായിട്ട് വാങ്ങി ചെയ്യുന്നതിലൊക്കെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നിരുന്നാലും ഈ മുറിഞ്ഞു പോയ സ്ഥലങ്ങളിലുള്ള ചെറിയ ഒരു സ്ഥലം ഏകദേശം 14.5 സെൻറ്റ് ഭൂമി നമ്മൾക്ക് പഞ്ചായത്തിൻ്റെ പ്ലാൻ എല്ലാം ശരിയായി പഞ്ചായത്ത് ബിൽഡിംഗ് പണിയുക എന്നുള്ളത് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. മാത്രമല്ല ഇപ്പോൾ മുൻപുണ്ടായിരുന്ന പഞ്ചായത്ത് മുറിഞ്ഞു പോയി ബാക്കിയുള്ള ഭാഗങ്ങളിൽ പൂർണ്ണം ഇപ്പോൾ അതിൻ്റെ അറ്റകുറ്റപ്പണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ കൃഷിഭവനായിട്ടും കുടുംബശ്രീ ആയിട്ടും മാറ്റിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഘടക സ്ഥാപനങ്ങൾ, ഇപ്പോൾ ഘടക സ്ഥാപനങ്ങളിൽ എല്ലാ സ്ഥാപനങ്ങളും ഇപ്പോൾ ആയുർവേദ ഹോമിയോ ഒക്കെ വാടക കെട്ടിടത്തിലായിരുന്നു. അതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് ഭൂമി കണ്ടെത്തി അവിടെ പുതിയ ബിൽഡിങ് എല്ലാ സൗകര്യത്തോടു കൂടിയുള്ള ബിൽഡിങ്ങുകൾ നമ്മൾ പണിത് കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം ശക്തമാണ്. ഇനി നമ്മുടെ മൃഗാശുപത്രിക്ക് മാത്രം അതും ഈ വർഷം പൂർത്തീകരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. മറ്റൊന്ന് സമാധാനപരമായിട്ട് ജീവിക്കാനുള്ളൊരു സാഹചര്യം ജനങ്ങൾക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനെന്തെല്ലാം പദ്ധതികൾ വെക്കാൻ പറ്റും? അത് ഇന്ന് നമ്മൾ വന്ന പോലെ സ്ത്രീ സൗഹൃദ പഞ്ചായത്ത്, ബാലസൗഹൃദ പഞ്ചായത്ത്, ജെൻഡർ ഈക്വാലിറ്റി, ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് പറയാണ്, അതിലേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പഞ്ചായത്താണ്. ജെൻഡർ ഈക്വാലിറ്റി നിലനിന്നെങ്കിൽ മാത്രമേ സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. എന്നാൽ അതിലേക്ക് എത്തിപ്പെടാൻ ഒരുപാട് കടമ്പകളുണ്ട്. ഒറ്റയടിക്കൊന്നും മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനമല്ല. ആ ജെൻഡർ ഞങ്ങളിപ്പോൾ ഇനി 8 മാസം കൂടിയുള്ളൂ. ഇതിനുള്ളിൽ എത്രത്തോളം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതും ഞങ്ങളുടെ ഒരു ഭാവി ആഗ്രഹങ്ങളാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ പ്രവർത്തനങ്ങളെല്ലാം തുടർന്നു കൊണ്ടുപോവുകയും പൂർണ്ണമായിട്ടും എല്ലാവർക്കും ഏതൊരു സമയത്തും സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാവുന്ന, ഈ വനിതാ ദിനത്തിന് മുന്നോടിയായിട്ട് തന്നെ ഞാൻ പറയാണ്, ഇറങ്ങി നടക്കാവുന്ന ഒരു സംവിധാനം എല്ലാ ഇടവഴികളിലും വെളിച്ചുണ്ട്. എല്ലാ റോഡുകൾ ജലജീവൻ മിഷൻ്റെ ഭാഗമായിട്ട് റോഡുകളെല്ലാം പൊളിച്ചു. അതിൻ്റെ പേരിൽ നമ്മൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും അതെല്ലാം ഇപ്പോൾ അതിന് പരിഹരിച്ചു വരികയാണ്. റോഡുകളിലെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 95% റോഡുകൾ ചെറുവഴികളടക്കം വാർത്ത് ടാർ ചെയ്ത പഞ്ചായത്താണ്. അപ്പോൾ അത് പൂർണ്ണതയിലേക്ക് എത്തി സ്ത്രീകൾക്ക് ഒക്കെ സുരക്ഷിതമായി സഞ്ചരിക്കാനുള്ളൊരു ഗ്രാമമാക്കി, അല്ലെങ്കിൽ നല്ലൊരു മോഡലാക്കി തളിക്കുളത്തെ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം. അപ്പോൾ തളിക്കുളം പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഇനിയും പ്രസിഡന്റിനെ പോലെ തന്നെ സ്മാർട്ടായി എനർജറ്റിക് ആയിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സന്തോഷം. ഓക്കെ. തദ്ദേശകം അവസാനിക്കുന്നു. അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും.